ഒരാൾക്ക് തെറ്റായി തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയായി തോന്നി എന്ന് വന്നേക്കാം. ഇനിയും ഒരാളുടെ ശരി ഇനിയും വേറൊരാൾക്ക് തെറ്റായി എന്നും വന്നേക്കാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ അളക്കുവാൻ എന്താണ് ഒരു മാർഗമില്ലേ? തെറ്റും ശരിയും വ്യക്തമല്ലാത്തതാണ് അനേകരുടെയും പ്രശ്നം. സമൂഹം മുഴുവൻ തെറ്റെന്ന് വിളിച്ചു പറയുമ്പോൾ പോലും താൻ ചെയ്യുന്നത് ശരിയാകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ ആർക്കും തിരുത്തുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു സഭാ നേതാവിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വന്നതൊക്കെ വായിച്ച് അയാൾ തെറ്റുകാരനെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോൾ ഈ നേതാവിനെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഞാൻ ചിന്തിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ചിത്രം പറഞ്ഞു തന്നു. എൻ്റെ സുഹൃത്തിൻ്റെ അറിവനുസരിച്ച് ഈ പറഞ്ഞ നേതാവിനെ പോലെ കളങ്കമില്ലാത്ത സത്യസന്ധനായ ഒരു വ്യക്തിയെ കണ്ടുകിട്ടുക പ്രയാസമാണ്. ഇപ്പോൾ ഏതാണ് വിശ്വസിക്കേണ്ടേ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നാം വിശ്വസിക്കേണ്ടത് എന്താകുന്നു എന്നൊരു വലിയ ചോദ്യം നമുക്ക് മുൻപിൽ ഉണ്ടാകുന്നു. എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശമുണ്ട്. എനിക്ക് ന്യായീകരിക്കാമെങ്കിൽ തെറ്റ് ശരിയാകുമോ? സമൂഹം അത്ര ഗൗരവമായി എടുക്കുന്നില്ല എന്നതിനാൽ തെറ്റ് ശരിയാകുമോ? ശരിയിൽ ഒളിച്ചിരിക്കുന്ന തെറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നല്ല ചോദ്യങ്ങളല്ലേ? ദാവീദ് രാജാവ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തത് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു. ദൈവിക വീക്ഷണത്തിലുള്ള ചരിത്രം എഴുതിയപ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദിൻ്റെ പാപം, ഈ പറഞ്ഞ പാപം രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. എന്നാൽ ദാവീദ് തൻ്റെ ജനതയെ എണ്ണുവാൻ തുടങ്ങിയത് ദൈവിക വീക്ഷണത്തിൽ വലിയ പാപമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വലിയ സത്യം നമുക്ക് കാണുവാൻ കഴിയും. അതിന് ദൈവം ദാവീദിനെ ശിക്ഷിച്ചതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു വലിയ പാഠം നമുക്ക് പഠിക്കുവാനുള്ളത്, സ്വന്തം ലാഭത്തിനും സംതൃപ്തിക്കുമായി ദൈവഹിതം വളച്ചൊടിക്കുന്നത് ദൈവത്തെ അവിശ്വസിക്കുകയാണ്. അത് തെറ്റാണ്. മതത്തിൻ്റെയും ഭക്തിയുടെയും മറവിൽ സ്വന്തം പേരും സൗകര്യങ്ങളും വളർത്തുവാൻ ശ്രമിച്ചെന്നാൽ അത് ദൈവത്തെ അവിശ്വസിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഈ പറഞ്ഞ തെറ്റിനെ ദൈവം കൈകാര്യം ചെയ്യുന്നത് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഈ സംഭവം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാം. എടുത്താട്ടെ, 1 ദിനവൃത്താന്തങ്ങൾ 21. നാം വലിയ പാപങ്ങളുടെ പട്ടികയിൽ പെടുത്താത്ത പലതും ദൈവം മുൻപാകെ വലിയ പാപങ്ങളാകുന്നു എന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ സാത്താൻ പരീക്ഷിച്ചത് ദൈവത്തെ അവിശ്വസിക്കുവാനുള്ള പരീക്ഷണമായിരുന്നു. ദാവീദ് ആ പരീക്ഷയിൽ വീണു. അതിൻ്റെ ഫലമായി ഇസ്രായേലിൽ വലിയ സംഹാരമുണ്ടായി. 70,000 പേർ മരിച്ചു. സംഹാരദൂതൻ യെരുശലേമിനെ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ ദൈവം വിലക്കി. ദാവീദ് ആകെ തകർന്ന ആ നിമിഷത്തിൽ ദൈവം പ്രവാചകനിലൂടെ ദാവീദിനോടൊരു യാഗപീഠം പണിയുവാൻ ആവശ്യപ്പെടുന്നു. നാം 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെയാണല്ലോ ചിന്തിച്ചു കഴിഞ്ഞത്. 7-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് തനിക്കുള്ള ശിക്ഷ തിരഞ്ഞെടുക്കുന്നതാകുന്നു നാം കാണുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. 7ഉം 8ഉം വാക്യങ്ങൾ. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. ശിക്ഷ തിരഞ്ഞെടുക്കുവാൻ ദൈവം ദാവീദിന് അവസരം നൽകുന്നു. ഇതും വളരെ ചുരുക്കമായേ നാം ഇങ്ങനെ കാണാറുള്ളൂ. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കേ. യഹോവ ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ചെന്ന്
ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ, ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, എന്നെ അയച്ചവനോട് ഞാൻ എന്തൊരു മറുപടി പറയേണ്ടു എന്ന് ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. നോക്കണേ, ദാവീദ് ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലായി. അവനൊരു ശ്രേഷ്ഠനായ വ്യക്തിയായിരുന്നു, എന്നാൽ എന്നെയും നിങ്ങളെയും പോലെ അവനൊരു മനുഷ്യനായിരുന്നു. അവൻ പാപം ചെയ്തു. ദാവീദിന് അവൻ്റെതായ കുറവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ തൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തുകയോ ദൈവവുമായുള്ള ബന്ധം നഷ്ടമാക്കുകയോ ചെയ്തില്ല. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. ദാവീദ് തൻ്റെ ദൈവത്തെ അറിഞ്ഞിരുന്നു. മനുഷ്യനിൽ ആശ്രയം വെച്ചതുകൊണ്ട് ജനങ്ങളെ എണ്ണി നോക്കുവാൻ കൽപ്പിച്ച മനുഷ്യനാണിത്. താൻ ചെയ്തത് എന്താകുന്നു എന്ന് ദാവീദ് ഇപ്പോൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ പാപം അവൻ തിരിച്ചറിയുന്നു. ദാവീദ് ഇപ്പോൾ പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. താനൊരു ബാലനായിരുന്ന ആ അവസരത്തിൽ തൻ്റെ കവണയും 5 ചെറിയ കല്ലുകളുമായി ഇറങ്ങിപ്പുറപ്പെട്ട ആ കാര്യം ഇപ്പോൾ അവൻ ഓർമ്മിക്കുന്നു. അന്ന് അവൻ എത്രമാത്രം ദൈവത്തിൽ ആശ്രയം വെക്കുകയും എത്ര വലിയൊരു സാക്ഷ്യം കൊടുക്കുകയും ചെയ്തു. ദാവീദ് നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. നാം രക്ഷയ്ക്കായി ദൈവത്തിൽ ആശ്രയിക്കുന്നു. എന്നാൽ ജീവിത പ്രശ്നങ്ങൾക്ക് മതിയായവനായി നാം അവനെ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നില്ല. ദാവീദ് ഇപ്പോൾ തൻ്റെ ശത്രുക്കളെ നോക്കുന്നു. അവരുടെ സംഖ്യ വളരെയാണ്. അവർ വലിയ യോദ്ധാക്കളാണ്. തൻ്റെ സൈന്യം ശക്തമാണോ എന്ന് ദാവീദിനിപ്പോൾ സംശയമാണ്. തന്നെ ഭീതിപ്പെടുത്തുന്ന സകല മല്ലന്മാരെക്കാളും സകല ദേശക്കാരെക്കാളും ദൈവം വലിയവനാകുന്നു എന്ന കാര്യം ദാവീദ് മറന്നു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദാവീദ് ജനത്തെ എണ്ണി നോക്കുന്നു. ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം സംഖ്യാബലം നോക്കാറുണ്ട്. നമുക്കുള്ള കഴിവുകളെ എടുത്തു നോക്കാറുണ്ട്. നല്ലതാ. എന്നാൽ അതിൽ ആശ്രയിക്കുവാനുള്ള താല്പര്യത്തോടുകൂടെ ആകുന്നു നാം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് നമ്മെ ആപത്തിൽ കൊണ്ട് ചാടിക്കും. നാം വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, മറ്റു കാര്യങ്ങളിലാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ ദാവീദ് തൻ്റെ ദൈവത്തെ അറിഞ്ഞിരുന്നു. അവൻ ഗാദിനോട് പറയുന്നു, മനുഷ്യൻ്റെ കയ്യിൽ വീഴുവാൻ എനിക്കിടയാകരുതേ, യഹോവയുടെ കയ്യിൽ തന്നെ വീഴുന്നതാണ് എനിക്ക് നല്ലത് എന്ന്. എന്താണ് കാരണം? ദൈവം കരുണയുള്ള ദൈവമാകുന്നു എന്ന വാസ്തവം ദാവീദ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ നമ്മിൽ പലരും ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കത്ര ചെയ്യുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നതെന്നറിയാമല്ലോ? 103-ാം സങ്കീർത്തനത്തിൻ്റെ 10-11 വാക്യങ്ങൾ. രക്ഷിക്കുന്ന കാര്യത്തിൽ ദൈവം കരുണയുള്ളവനാണ്. നഷ്ടപ്പെട്ട ലോകത്തിന് രക്ഷ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് അടിസ്ഥാനം? ക്രിസ്തുവാണ് കൃപാസനം. അതെ, യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. 1 യോഹന്നാൻ 2:2. എന്താണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്? അത് കൃപാസനമാണ്. അവൻ്റെ പക്കൽ കരുണ ധാരാളമുണ്ട്. താങ്കൾക്ക് ആത്മരക്ഷ ആവശ്യമാണെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് കുറ്റം ഏറ്റുപറഞ്ഞ് സമ്മതിക്കുകയും കരുണയ്ക്കായി യാചിക്കുകയുമാണ്. അവൻ്റെ പക്കൽ കരുണ ധാരാളമുണ്ട്. അപ്രകാരമാണ് അവിടുന്ന് താങ്കളെ രക്ഷിക്കുന്നത്, പാപത്തിൽ നിന്നും വിടുവിക്കുന്നത്. താങ്കൾക്ക് പാപക്ഷമയുണ്ട്. എന്നാൽ താങ്കളത് അവകാശമാക്കേണ്ടത് ആവശ്യമത്രേ. ദൈവിക കരുതലിലും അവൻ്റെ കരുണ കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ അവിടുന്ന് എത്രമാത്രം നല്ലവനായിരുന്നു എന്ന് കാണുവാൻ കഴിയുമില്ലേ? ഇന്നും ദൈവം കരുണയുള്ള ദൈവമാണ്. എന്നോട് മാത്രമല്ല, സർവ്വലോകത്തോടും അവൻ കരുണയുള്ള ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ ന്യായവിധിയുമായി വരാതിരിക്കുന്നത്? അവൻ കരുണയുള്ളവനായതുകൊണ്ട്. അവൻ ഒരു ദിവസം വരും, എന്നാൽ അവൻ ദീർഘക്ഷമയുള്ളവനാണ്, കാരുണ്യവാനാണ്. മാനസാന്തരപ്പെടുവാനായി അവൻ അവസരങ്ങൾ ദീർഘിപ്പിച്ച് തരിക മാത്രമാണ് ചെയ്യുന്നത്. ആരും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവം നമ്മെക്കുറിച്ച്
ആഗ്രഹിക്കുന്നത്. ദൈവം ദീർഘക്ഷമയുള്ളവനാകയാൽ അവൻ ന്യായവിധി നടത്തുന്ന കാര്യത്തിൽ കരുണയുള്ളവനാണ്. മാനസാന്തരപ്പെടുന്നതിനു വേണ്ടി അവൻ ഇന്നും അവസരങ്ങൾ നമുക്ക് നൽകുന്നു. ഒരു അപ്പൻ തൻ്റെ മകനോട് ദയ കാണിക്കുന്നത് പോലെ ദൈവം നമ്മോട് ദയ കാണിക്കുന്നു. അവൻ്റെ കരുണ വരുംകാലത്തേക്കും ദീർഘിക്കുന്നതാണ്. അതൊരിക്കലും നിന്നുപോകുന്നില്ല. അത് ദൈവത്തിൻ്റെ താൽക്കാലികമായ ഒരു സ്വഭാവവിശേഷതയല്ല. ദാവീദ് ഇങ്ങനെ പാടിയിരിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. ആ സങ്കീർത്തനം മുഴുവൻ അങ്ങനെയാണല്ലോ പാടിയിരിക്കുന്നത്. അവൻ്റെ ദയ, അവൻ്റെ കരുണ എന്നേക്കുമുള്ളത്. ദാവീദ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെക്കുന്നു. ഇനിയും 21 അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. 14 മുതൽ 17 വരെ ഞാൻ വായിക്കാം. അങ്ങനെ യഹോവ ഇസ്രായേലിൽ മഹാമാരി അയച്ചു. ഇസ്രായേലിൽ 70,000 പേർ വീണുപോയി. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവനെ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ടു. ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് നാശക ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസ്യനായ ഒർന്നാൻ്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി യഹോവയുടെ ദൂതൻ വാളൂരി യെരൂശലേമിനു മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ടു. ദാവീദും മൂപ്പന്മാരും രട്ടുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു? യഹോവേ, എൻ്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല, എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എത്ര ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു ഈ ദാവീദല്ലേ. ദാവീദിൻ്റെ ഈ മനോഹരമായ പ്രാർത്ഥന ശ്രദ്ധിച്ചാലും അവൻ തൻ്റെ പാപത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ദാവീദിൽ വളരെയധികം മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ബത്ശേബയുമായി പാപം ചെയ്തതു മുതൽ അതിനെക്കുറിച്ച് യാതൊന്നും ദാവീദ് പറഞ്ഞില്ല. ഹിത്യനായ ഊര്യാവിൻ്റെ മരണത്തിൻ്റെ കുറ്റം അവൻ മറ്റ് ആളിൽ ചാരുവാൻ പോലും ശ്രമിച്ചതായിരുന്നു. ദാവീദ് തൻ്റെ പാപം മറച്ചു വയ്ക്കുവാനാണ് ശ്രമിച്ചത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ടാണ് നാം കാണുന്നത്. അവൻ തൻ്റെ പാഠം പഠിച്ചു കഴിഞ്ഞു. അവൻ്റെ ഹൃദയം ദൈവം മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഞാനാണ് ഇതിനുത്തരവാദി, ഞാൻ ഈ കാര്യം ചെയ്തു, ഞാനാണ് തെറ്റ് ചെയ്തത്, ശിക്ഷ എൻ്റെ മേൽ വരട്ടെ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവവചനം പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ്. താങ്കളുടെ ജീവിതത്തിൽ തെറ്റെന്ന് താങ്കൾക്ക് ബോധ്യമുള്ള സംഗതികൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ന്യായീകരണം കൊണ്ട് നിരത്തി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ താങ്കൾക്ക് അനുഗ്രഹമുണ്ടാകും. താങ്കളുടെ സ്വന്തം ജീവിതവും കുടുംബജീവിതവും സമൂഹത്തിലെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. താങ്കൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പ്രിയ സുഹൃത്തെ, നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. അവിടുന്ന് താങ്കളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പാപം ഏറ്റുപറഞ്ഞ് അവിടുത്തെ സന്നിധിയിലേക്ക് വരികയില്ലേ? 18 വാക്യത്തിലേക്ക് വന്നാട്ടെ. അവിടെ നാം കാണുന്നത്, അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. അത് മോരിയ മലയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. വാസ്തവത്തിൽ ദാവീദല്ല, പിന്നെയോ ദൈവമാണ് ആ സ്ഥലം തിരഞ്ഞെടുത്തത് എന്ന് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദ് ദൈവത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാകട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. 19 മുതലുള്ള വാക്യങ്ങൾ, യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർന്നാൻ തിരിഞ്ഞ് ദൂതനെ കണ്ട് തൻ്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. ഒർന്നാൻ കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ദാവീദ് ഒർന്നാൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ട് കളത്തിൽ നിന്ന് പുറത്തു ചെന്ന് ദാവീദിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇവിടെ ഒർന്നാൻ തൻ്റെ മെതിക്കളത്തിൽ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ച കഴിയുമ്പോൾ ആ പ്രദേശത്ത് ശക്തമായ കാറ്റ് ഉണ്ടാകുമായിരുന്നു. ദാവീദിൻ്റെ ആ കാലത്ത് അവർ കാറ്റിനു വേണ്ടി നോക്കിയിരിക്കും. കാറ്റുണ്ടാകുന്ന സമയം അവർ ഗോതമ്പ് മുകളിലേക്കെറിഞ്ഞ് പതിർ വേർതിരിച്ചെടുത്തിരുന്നു. പതിർ കാറ്റിൻ്റെ ശക്തിയാൽ ദൂരെ വിടുകയും ഗോതമ്പ് മണി കളത്തിൽ വീഴുകയും ചെയ്യുന്നു. ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ മോരിയ മലയിലാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ കൊണ്ടുപോയ ആ സ്ഥലം. ആ മലയുടെ ഒരു ഭാഗം തന്നെയാണ് തലയോടിടം എന്ന ഗോൽഗോഥ. അവിടെയാണ് ദൈവം തൻ്റെ പുത്രനെ യാഗമായി നൽകിയത്. യാഗപീഠത്തിനായി ദൈവം മോരിയ മലയിലുള്ള ഒർന്നാൻ്റെ മെതിക്കളം തെരഞ്ഞെടുത്തു എന്ന കാര്യം ശ്രദ്ധിക്കുക. വരുവാനിരിക്കുന്ന ദേവാലയ യാഗങ്ങളെയും അവസാനം ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി യാഗമായി തീരുന്നതിനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം ഈ പ്രത്യേക സ്ഥലം തെരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. 22-23 വാക്യങ്ങളിൽ നാം കാണുന്നു, ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിൻ്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് അതെനിക്ക് തരയണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലേക്ക് എനിക്ക് തരയണം എന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അത് എടുത്തുകൊള്ളുക, യജമാനനായ രാജാവിൻ്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും. ഇതാ, ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ഒർന്നാൻ വളരെ ഔദാര്യമനസ്കനായ വ്യക്തിയായിരുന്നു. അവൻ ഈ സ്ഥലവും അതോടൊപ്പം താൻ ശേഖരിച്ചു കൊണ്ടിരുന്ന കോതമ്പ് ഭോജനയാഗം കഴിക്കുന്നതിനും ഹോമയാഗത്തിന് കാളകളെയും വിറകും നൽകുന്നതായി കാണുന്നു. ഈ മനുഷ്യൻ സകലവും ദാവീദിന് ദാനം ചെയ്യുന്നു, വെറുതെ കൊടുക്കുന്നു. തുടർന്ന് ദാവീദ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. 24 വാക്യത്തിൽ ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്കേ അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. കൊള്ളാമല്ലേ? തനിക്ക് യാതൊരു ചെലവുമില്ലാത്ത യാഗം യഹോവയ്ക്ക് അർപ്പിക്കുന്നതിൽ ദാവീദിന് താല്പര്യമില്ലായിരുന്നു എന്നാണ് ഈ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദാവീദ് പറഞ്ഞത്, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല. എത്ര നല്ലൊരു പ്രമാണമല്ലേ? ഇന്ന് ദൈവത്തിനുള്ളതെല്ലാം ചെലവ് കൂടാതെ ത്യാഗമൊന്നുമില്ലാതെ നോവാതെ ചെയ്യുവാനാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നത്. എനിക്ക് നോവുന്നതൊന്നും ചെയ്യുവാൻ ഞാനില്ല. ദൈവത്തിനൊരു യാഗം കഴിക്കുവാനാണ് ദാവീദ് ആഗ്രഹിച്ചത്. കൊടുക്കുന്ന ആളിന് തൻ്റെ സ്വയമോ സമയമോ പണമോ എന്തെങ്കിലും ചെലവാകുന്നതാണ് യാഗം. ത്യാഗപൂർവം നൽകുക എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ ദാനം നൽകുക എന്നല്ല, സ്വമേധാ നൽകണം എന്നത്ര ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് നമുക്ക് വലിയ വിലയുള്ളതായിരിക്കണം. നമുക്ക് വിലയില്ലാത്തത് എന്തെങ്കിലും ദൈവത്തിന് നൽകുന്നത് സമർപ്പണമല്ല എന്നോർക്കണം. മഴയില്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുക, ലോട്ടറി അടിക്കുകയാണെങ്കിൽ സുവിശേഷ വിലയ്ക്ക് കൊടുക്കുക, നല്ല ശമ്പളം കിട്ടുമെങ്കിൽ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുക. അങ്ങനെ പോകുന്നു നമ്മുടെ ത്യാഗത്തിൻ്റെ ആ നീണ്ട പട്ടിക. 25 വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ വായിക്കുന്നത്, അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർന്നാന് കൊടുത്തു. മെതിക്കള്ളത്തിൻ്റെ പൂർണ്ണ വില ദാവീദ് നൽകി. 26 വാക്യത്തിൽ ദാവീദ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമരളി. ദാവീദ് തുടർന്ന് ദൈവത്തിനൊരു യാഗം കഴിക്കുന്നു. ദൈവം ദാവീദിൻ്റെ യാഗം അംഗീകരിച്ചു എന്നതിൻ്റെ സൂചനയായിരുന്നു സ്വർഗത്തിൽ നിന്നുള്ള അഗ്നി സൂചിപ്പിക്കുന്നത്. 27 വാക്യത്തിൽ യഹോവ ദൂതനോട് കൽപ്പിച്ചു, അവൻ തൻ്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ന്യായവിധിയുടെ വാൾ ഉറയിൽ ഇട്ടിരിക്കുകയാണ്. എന്നാൽ ഗോൽഗോഥായിൽ ആ വാൾ കർത്താവായ യേശുക്രിസ്തുവിൽ തറച്ചു കയറുകയാണ് ഉണ്ടായത്. കുന്തം കൊണ്ടുള്ള മുറിവിൽ കൂടി ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കടന്നു ചെന്നു എന്നാരോ പറഞ്ഞിട്ടുണ്ട്. വാസ്തവമാണ്. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യെബൂസ്യനായ ഒർന്നാൻ്റെ കളത്തിൽ വെച്ച് യഹോവ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബയോനിലെ പൂജാഗിരിയിലായിരുന്നു.
യഹോവയുടെ ദൂതൻ്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവാലയം പണിയപ്പെടേണ്ട സ്ഥലത്താണ് ദാവീദ് ഈ യാഗപീഠം ഉണ്ടാക്കിയത്. അവനൊരു യാഗം കഴിച്ചു. അവിടെ വെച്ചാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരുന്നത്. ഇപ്പോൾ യാഗത്തിൻ്റെ സ്ഥലം അതാണോ? അവിടെ വെച്ച് ദൈവം തൻ്റെ ജനത്തെ കണ്ടുമുട്ടുന്നു. ഇന്ന് നമ്മിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യം ദാവീദ് മനസ്സിലാക്കി. ദാവീദ് യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ ഹോമയാഗം കഴിച്ചു. ആ ഹോമയാഗം ക്രിസ്തുവിൻ്റെ ആളത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അനന്തരം ദാവീദ് ഒരു സമാധാനയാഗം കഴിച്ചു എന്ന് വായിക്കുന്നു. ക്രിസ്തു നമ്മുടെ സമാധാനമാകുന്നു എന്നത്രേ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ സമാധാനമുണ്ടാക്കി. യേശുക്രിസ്തു നമ്മുടെ സമാധാനമാകുന്നു. കൃപാസനത്തിന്മേൽ അവൻ നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം രക്തം തളിച്ചു. അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു. അവൻ സ്വർഗത്തിൽ കയറിച്ചെന്നു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടിയല്ലാതെ പിതാവിൻ്റെ, അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ദാവീദ് ആ കാര്യം മനസ്സിലാക്കുകയും അവൻ ഹോമയാഗവും സമാധാനയാഗവും കഴിക്കുകയും ചെയ്തു. യെരുശലേമിൻ്റെ മീതെ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതനെ ദാവീദ് കണ്ടു. ദാവീദ് ദൈവത്തിന് യാഗങ്ങൾ കഴിച്ചു. അവൻ കരുണയ്ക്കായി അപേക്ഷിക്കുകയാണ് ചെയ്തത്. ദൈവം കാരുണ്യവാനായ ദൈവമാണ് എന്ന് നാം കണ്ടല്ലോ. സ്നേഹമുള്ളവനും കരുണയുള്ളവനും ആയ ദൈവം. എന്നാൽ പ്രിയ സുഹൃത്തെ, തൻ്റെ കരുണയാലല്ല ദൈവം നമ്മെ രക്ഷിച്ചത് എന്ന കാര്യം ഓർക്കണം. ദൈവത്തിന് വിശാല ഹൃദയനായി മാത്രം ഇരിപ്പാൻ കഴിയുകയില്ല. തെറ്റ് ശിക്ഷിക്കപ്പെടണം. ഒരു ശിക്ഷ കൊടുത്തു തീർക്കുവാനായിട്ടുണ്ട്. എന്താണത്? പാപത്തിൻ്റെ ശിക്ഷ. പാപത്തെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് തൻ്റെ സ്നേഹത്തിലോ കരുണയിലോ മാത്രം നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. കഴിവില്ലാത്തതുകൊണ്ടല്ല, അത് അവൻ്റെ പ്രമാണത്തിന് തെറ്റാണ്. പ്രമാണം വിട്ട് ദൈവം ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. ദൈവം താങ്കളോട് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. എന്നാൽ ആ വിധത്തിൽ അവന് താങ്കളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. കൃപയാലത്രേ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഒരാൾ സഹിക്കേണ്ടി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ശിക്ഷ അഥവാ ശമ്പളം മരണമാകുന്നു എന്നത് ദൈവത്തിൻ്റെ അലംഘനീയമായ നിയമമാണ്. നീതിമാനായ ദൈവത്തിന് ഈ നിയമം ലംഘിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയുകയില്ല. സ്വർഗത്തിൻ്റെ പിൻവാതിലിൽ കൂടി നമ്മെ ഇരുട്ടിൻ്റെ ആ മറവിൽ കൂടി അവിടേക്ക് രഹസ്യമായി പ്രവേശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്നർത്ഥം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനങ്ങ് പറഞ്ഞു, അത്രമാത്രം. പാപത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യമായിരുന്നു. നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി പാപത്തിൻ്റെ മുന്നിൽ കണ്ണടച്ച് കളയുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല. ദൈവം മുൻപാകെ നാം ശിക്ഷായോഗ്യരായ പാപികളാണ്. ശിക്ഷ സഹിച്ചേ മതിയാകുകയുള്ളൂ. നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. അവൻ നമ്മുടെ പ്രായശ്ചിത്തമാകുന്നു. അതെ, എനിക്കും നിങ്ങൾക്കും, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരമായി അവൻ തീർന്നു. അവൻ നമ്മുടെ കൃപാസനമാണ്. താങ്കളുടെയും എൻ്റെയും പാപത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. നമുക്ക് പകരമായി അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു. ഇത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? താങ്കൾക്ക് വേണ്ടി അവൻ മരണം സഹിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ആശ്വാസത്തിനാണെങ്കിലും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ വാങ്ങുവാനാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത് മാത്രമാകുന്നു അഭികാമ്യമായിട്ടുള്ളത്. കാരണം നമ്മുടെ ദൈവം കരുണാസമ്പന്നനാണ്. നമുക്ക് ഏതൊരു പാപവും ഏറ്റുപറഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ സാധിക്കും. ഇന്ന് ഈ പ്രോഗ്രാം കാണുവാനും കേൾക്കുവാനും നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.